ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് തുടക്കം. കലാപത്തിന്റെ മുറിവുണങ്ങാത്ത മണിപ്പൂരിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് തുടക്കം. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഫ്ളാഗ് ഓഫ് ചെയ്തു. മണിപ്പൂരിലെ ജനങ്ങളുടെ വേദന മനസ്സിലാക്കുന്നുവെന്നും സമാധാനം തിരികെ കൊണ്ടുവരുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവും രാഹുൽ ഗാന്ധി ഉന്നയിച്ചു. കലാപബാധിതമായ മണിപ്പൂർ സന്ദർശിക്കാത്തതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അതേ മണ്ണിൽ നിന്ന് രണ്ടാം ഇന്ത്യ പര്യടനം തുടങ്ങിയത്. മണിപ്പൂരിലെ ജനങ്ങളുടെ വേദന തനിക്ക് മനസ്സിലാകുമെന്നും സംസ്ഥാനത്ത് സമാധാനം കൊണ്ടുവരുമെന്നും രാഹുൽ. आज तक हिंदुस्तान के प्रधानमंत्री मणिपुर में आपके आंसू पोंछने, आपसे गले लगने, आपका हाथ पकड़ने नहीं आए. शर्म की बात. बीजेपी की जो राजनीति है, बीजेपी की नफरत, आरएसएस की नफरत, उनका जो दृष्टिकोण है, उस विचारधारा का मणिपुर एक चिन्ह है. बीजेपी ശ്രമിക്കുന്നത് ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. अरे भाई, मुख में राम बगल में छुरी, ये मत करो जनता के साथ. यही हम चाहते हैं. सभी को भगवान की याद आती है, भगवान के बारे में सभी लोग आस्था रखते हैं, इसमें कोई शक नहीं है, लेकिन वोटों के लिए मत करो. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ CPIM, CPI, TMC അടക്കം ഇന്ത്യ മുന്നണിയിലെ 10ഓളം പാർട്ടികളുടെ സംസ്ഥാന നേതാക്കൾ പങ്കെടുത്തു. BSP സസ്പെൻഡ് ചെയ്ത ഡാൻ ഷെലിയുടെ സാന്നിധ്യവും ശ്രദ്ധേയമായി. ഡാൻ ഷെലി കോൺഗ്രസിൽ ചേരുമെന്ന് അഭ്യൂഹമുണ്ട്. 66 ദിവസം കൊണ്ട് 6713 കിലോമീറ്റർ നീളുന്ന യാത്രയ്ക്കാണ് മണിപ്പൂരിൽ തുടക്കം കുറിച്ചത്. ഇന്ത്യയുടെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടുള്ള യാത്ര 15 സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകും. മാർച്ച് 20 മുംബൈയിലാണ് സമാപനം. ജോഡോ ന്യായ യാത്ര ഹിന്ദി ഹൃദയഭൂമിയിൽ സ്വാധീനം ചെലുത്തിയെന്നുള്ളത് മാസങ്ങൾ മാത്രം ശേഷിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമാകും നിർണയിക്കുക. മണിപ്പൂരിൽ നിന്ന് ആശിഷ് മട്ടുവിനൊപ്പം നിതിൻ അംബുജൻ, 24. മറ്റൊരു വാർത്തയിലേക്ക്. കോൺഗ്രസ് വിട്ട മിലിന്ദ് ദേവ്ര ശിവസേന ഷിൻഡെ വിഭാഗത്തിനൊപ്പം ചേർന്നു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ സാന്നിധ്യത്തിലാണ് അംഗത്വം സ്വീകരിച്ചത്. ദക്ഷിണ മുംബൈ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കത്തിന് പിന്നാലെയാണ് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ മിലിന്ദ് ദേവ്ര കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾക്കിടെ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണ് മുൻ കേന്ദ്രമന്ത്രി മിലിന്ദ് ദേവ്രയുടെ രാജി. വർഷങ്ങൾ നീണ്ട കോൺഗ്രസ് ബന്ധം അവസാനിപ്പിക്കുന്നതായി എക്സിലൂടെ പ്രഖ്യാപനം. പിന്നാലെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ സാന്നിധ്യത്തിൽ ശിവസേന ഷിൻഡെ വിഭാഗത്തിൽ അംഗത്വമെടുത്തു. വേദനയുടെ രാഷ്ട്രീയത്തിൽ വിശ്വാസമില്ലെന്നും നേട്ടത്തിന്റെ രാഷ്ട്രീയത്തിലാണ് വിശ്വാസമെന്നും മിലിന്ദ്. मी विकासच्या मार्गावर जात आहे, मैं विकास के मार्ग पे चल रहा हूं. बहुत बहुत धन्यवाद. ഭാരത് ജോഡോ ന്യായയാത്രയെ തകർക്കാൻ BJP നടത്തിയ ആസൂത്രണമാണ് ഇന്ന് തന്നെ മിലിന്ദ് പാർട്ടി വിടാൻ കാരണമെന്ന് കോൺഗ്രസ് ആരോപിച്ചു. 2 തവണ മിലിന്ദ് വിജയിച്ച മുംബൈ സൗത്ത് സീറ്റ് നിലവിൽ ശിവസേന ഉദ്ധവ് വിഭാഗത്തിന്റെ സിറ്റിംഗ് സീറ്റാണ്. ഇന്ത്യ സഖ്യത്തിലെ സീറ്റ് വിഭജനത്തിന്റെ ഭാഗമായി തനിക്ക് മുംബൈ സൗത്ത് മണ്ഡലം ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെയാണ് മിലിന്ദ് പാർട്ടി വിട്ടത്. സീറ്റിൽ ഉദ്ധവ് വിഭാഗത്തിനെതിരെ മിലിന്ദിനെ നിയോഗിക്കാനാണ് ഷിൻഡെയുടെ നീക്കം. 24 ഡൽഹി. വിമർശനം ഉൾക്കൊള്ളാൻ CPIM. സാഹിത്യകാരന്മാർ ഉൾപ്പെടെ ഉന്നയിക്കുന്ന വിമർശനങ്ങളെ ക്രിയാത്മകമായി ഉൾക്കൊള്ളുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. MT വാസുദേവൻ നായർ ഉന്നയിച്ച വിമർശനം CPIMനെ ലക്ഷ്യമിട്ടല്ലെന്നും MV ഗോവിന്ദൻ വാദിച്ചു. MTക്ക് പിന്നാലെ സാഹിത്യകാരൻ M മുകുന്ദനും അധികാര രാഷ്ട്രീയത്തെയും വ്യക്തിപൂജയെയും വിമർശിച്ച് രംഗത്തെത്തി. വിമർശനങ്ങളെ കാതുകുറിപ്പിച്ച് കേൾക്കുകയും തെറ്റുകൾ തിരുത്താൻ തയ്യാറാവുകയും ചെയ്യുന്ന പാർട്ടിയാണ് CPIM എന്ന് MV ഗോവിന്ദൻ. AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെഴുതിയ ലേഖനമാണ് KLF വേദിയിൽ MT വാസുദേവൻ നായർ വായിച്ചത്. MT പറഞ്ഞത് ലോകത്തിന്റെ പൊതുചിത്രമെന്നും വസ്തുതകൾ പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും പ്രസക്തമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സൂര്യനെ പോലെയാണെന്ന് പറഞ്ഞതിനെക്കുറിച്ച് വിശദീകരണം ഇങ്ങനെ: കേന്ദ്ര ഏജൻസിക്ക് മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ സാധിക്കാത്ത കാര്യം അത് സൂര്യനെ പോലെയാണ്. തെറ്റായ ഒരു കാര്യത്തിനും അതിനടുത്തെത്താൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം.
അതിനിടെ KLF വേദിയിൽ അധികാര രാഷ്ട്രീയത്തിനെതിരെ M മുകുന്ദൻ ഉന്നയിച്ച വിമർശനം ചർച്ചയായി. ഒരു തുള്ളി ചോരയ്ക്ക് ഒരു കിരീടത്തെക്കാൾ വിലയുണ്ടെന്ന മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലെ പരാമർശത്തെ സമകാലിക രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തി M സ്വരാജിന്റെ ചോദ്യം. നാം ഇപ്പോഴുള്ളത് കിരീടങ്ങൾ വാഴുന്ന കാലത്തെന്ന് M മുകുന്ദന്റെ മറുപടി. കിരീടത്തെക്കാൾ ചോരയ്ക്കാണ് പ്രാധാന്യമെന്ന് തിരിച്ചറിഞ്ഞ് ജനം തെരഞ്ഞെടുപ്പിൽ ഇടപെടണമെന്നും മയ്യഴിയുടെ കഥാകാരൻ പറഞ്ഞു. തന്റെ വിമർശനം എല്ലാ ഭരണാധികാരികൾക്കും ബാധകമെന്ന് M മുകുന്ദൻ തന്നെ പിന്നീട് വിശദീകരിച്ചു. സംസ്ഥാന സർക്കാർ പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും ചില ഇടർച്ചകളുണ്ടെന്നും ചൂണ്ടിക്കാട്ടി. വ്യക്തിപൂജ വേണ്ട എന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. ഏത് പാർട്ടിയായാലും അതിൽ EMSനെ പറ്റി പറയുന്നുണ്ട് അദ്ദേഹം കേട്ടോ. അദ്ദേഹം പിന്നെന്താണ് പറഞ്ഞത്, നേതൃപൂജകളിൽ അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടാകുന്നത്. അതെല്ലാവരും അങ്ങനെ ആയിരിക്കണം. അധികാര രാഷ്ട്രീയത്തിനെതിരെ MD വാസുദേവൻ നായർ പറഞ്ഞ വാക്കുകൾ സമരത്തേക്കാൾ മൂർച്ചയുള്ളതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് 24. വീണയ്ക്കെതിരായ അന്വേഷണം രാഷ്ട്രീയ പകപോക്കലെന്ന് MV ഗോവിന്ദൻ. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്കെതിരെ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം മുൻപും നടപടിയെടുത്തു. ചട്ടങ്ങൾ പാലിക്കാതെ കമ്പനി പൂട്ടിയതിന് 2 ലക്ഷം രൂപയാണ് പിഴ ചുമത്തിയത്. എക്സാലോജിക് കമ്പനിയും ഡയറക്ടർ T വീണയും ഓരോ ലക്ഷം രൂപ വീതം അടയ്ക്കണമെന്ന ഉത്തരവിന്റെ പകർപ്പ് 24ന് ലഭിച്ചു. അന്വേഷണം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമർശിച്ചു. എക്സാലോജിക് കമ്പനിയുടെ ചട്ടലംഘനത്തിന് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം മുൻപെടുത്ത നടപടിയുടെ ഉത്തരവാണിത്. 2021 ഫെബ്രുവരിയിലായിരുന്നു നടപടി. 2020 മാർച്ചിൽ കമ്പനി കാര്യ മന്ത്രാലയത്തെ അറിയിക്കാതെ എക്സാലോജിക് ഓഫീസ് അടച്ചുപൂട്ടി. പിന്നാലെ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം അന്വേഷണം നടത്തി. കോവിഡ് ആയതിനാൽ പൂട്ടിയെന്നായിരുന്നു കമ്പനി വിശദീകരണം. എന്നാൽ ചട്ടങ്ങൾ പാലിക്കാതെയാണ് കമ്പനി പൂട്ടിയതെന്ന് കണ്ടെത്തി. ഇതോടെ 1 ലക്ഷം രൂപ കമ്പനിക്കും 1 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ മകൾ T വീണയ്ക്കും പിഴയിട്ടു. കമ്പനി നഷ്ടത്തിലായിരുന്നുവെന്ന കണക്കുകളാണ് സമർപ്പിച്ചിരുന്നത്. 2018-19 സാമ്പത്തിക വർഷം 17 ലക്ഷം രൂപയും 2019-20 കമ്പനി പൂട്ടുന്നതുവരെ 7 ലക്ഷം രൂപയും നഷ്ടത്തിലായിരുന്നെന്ന കണക്കുകളാണ് ഹാജരാക്കിയത്. എക്സാലോജിക്കിനെതിരെയുള്ള പുതിയ അന്വേഷണത്തെ രാഷ്ട്രീയ വിഷയമാക്കി പ്രതിരോധിക്കുകയാണ് CPIM. ഇതിപ്പോൾ രാഷ്ട്രീയമായ ഒരു പകപോക്കലിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായിട്ട് കടുത്ത രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ പല സ്ഥലത്തും നമുക്കെല്ലാം അറിയുന്നത് പോലെ അവസരവാദപരമായ നിലപാടാണ്. കേരളത്തിൽ CPIMുമായി അന്തർധാരയുണ്ടാക്കാനുള്ള BJP ശ്രമത്തിന്റെ ഭാഗമാണ് എക്സാലോജിക്കിനെതിരായ കേസെന്ന് K മുരളീധരൻ MPയും കുറ്റപ്പെടുത്തി. അത് കാരണം BJPക്ക് കേരളത്തിൽ MPമാർ വേണം. അത് ഒന്നോ രണ്ടോ എന്തായാലും ഒന്നെങ്കിലും വേണമെന്ന് അവർക്ക് നിർബന്ധമാണ്. അതിനവർ ഏത് വൃത്തികെട്ട കളിയും കളിക്കും. അതിൻ്റെ ഭാഗമായി CPIMുമായിട്ടുള്ള ഒരു അന്തർധാരയ്ക്ക് ശ്രമിക്കും. മാസപ്പടി വിവാദവും എക്സാലോജിക്കിനെതിരെയുള്ള കേസും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചാ വിഷയമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം. വിരുന്നിലെ രാഷ്ട്രീയം തുറന്നു പറഞ്ഞ് KCBC. BJPക്കെതിരെ രൂക്ഷ വിമർശനവുമായി കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ. ഒരു വശത്ത് വിരുന്നൊരുക്കുകയും മറുവശത്ത് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ദീപിക പത്രത്തിലെ ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നു. കർഷകരുടെ പ്രശ്നങ്ങളിലും ക്ഷേമ പെൻഷൻ മുടങ്ങിയതിലും സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് KCBCയുടെ ഇൻഫാം കമ്മീഷനും രംഗത്തെത്തി. തല്ലും തലോടലും ഒരുമിച്ച് പോകില്ലെന്ന തലക്കെട്ടിൽ KCBC ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ ജേക്കബ് G പാലക്കാപ്പിള്ളി എഴുതിയ ലേഖനത്തിലാണ് BJPക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. മധ്യപ്രദേശിലെ ഭോപ്പാലിൽ ശിശു സംരക്ഷണ കേന്ദ്രം നടത്തിയിരുന്ന വൈദികനെതിരായ നടപടി ഭീഷണിക്ക് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നു. ദേശീയ ബാലാവകാശ കമ്മീഷനെ ഉപയോഗിച്ച് ക്രൈസ്തവ സ്ഥാപനങ്ങളെ വേട്ടയാടുന്നുവെന്നും മതപരിവർത്തന നിരോധന നിയമം ദുരുപയോഗം ചെയ്യുന്നുവെന്നും വിമർശനം. കേരളത്തിലെ ക്രൈസ്തവ സമൂഹവുമായി അടുക്കാൻ BJP നടത്തുന്ന നീക്കങ്ങളെ സഭ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നും ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിയണമെന്നും ഫാദർ ജേക്കബ് G പാലക്കപ്പിള്ളിയുടെ ലേഖനം. ന്യൂനപക്ഷങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. അതിപ്പോ 2 വംശഹത്യയുടെ അനുഭവം അവർക്കുണ്ട്. ഗുജറാത്തിന്റെ അനുഭവമുണ്ട്, മണിപ്പൂരിന്റെ അനുഭവമുണ്ട്. സ്വാഭാവികമായിട്ടും അവരെല്ലാം ഈ അനുഭവം കൂടി ചേർത്തുകൊണ്ടല്ലേ നിലപാട് സ്വീകരിക്കുക. അതിന് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും അതിൻ്റെ അകത്ത് തന്നെ ആളുകൾ ചിലരുണ്ടാവും. പക്ഷേ പൊതുസമൂഹം BJPയുടെ വംശഹത്യയെ കൃത്യമായിട്ട് മനസ്സിലാക്കി നിലപാട് സ്വീകരിക്കുന്നവരാണ്.
ഇതിനു പിന്നാലെ സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കി KCBC ഇൻഫാം കമ്മീഷന്റെ സർക്കുലർ. നെൽകർഷകരെ സർക്കാർ കടക്കണിയിലാക്കുന്നു, വനംവകുപ്പ് കൃഷിഭൂമി കയ്യേറുന്നു എന്നിങ്ങനെ നീളുന്നു ആരോപണങ്ങൾ. റബ്ബറിന് പ്രകടന പത്രികയിൽ പറഞ്ഞ വില നൽകണം, ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കണം, ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലണം തുടങ്ങിയ ആവശ്യങ്ങളും ഇൻഫാം മുന്നോട്ട് വെക്കുന്നുണ്ട്. 24 കോഴിക്കോട്. മകരവിളക്കിനൊരുങ്ങി സന്നിധാനം. മകരജ്യോതി ദർശനത്തിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ശബരിമലയിൽ തീർത്ഥാടക പ്രവാഹം. മരക്കൂട്ടം വരെ വരി നീണ്ടു. തിരുവാഭരണ ഘോഷയാത്ര നാളെ വൈകുന്നേരത്തോടെ സന്നിധാനത്തെത്തും. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് സന്നിധാനത്ത് തിരക്ക് വർദ്ധിച്ചു. ഇന്ന് 50,000 പേർക്കാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് അനുവദിച്ചതെങ്കിലും തീർത്ഥാടക പ്രവാഹത്തിന് കുറവില്ല. പാണ്ടിത്താവളം ഉൾപ്പെടെ മകരജ്യോതി ദർശനത്തിനുള്ള 10 വ്യൂ പോയിന്റുകളിലും തിരക്ക് വർദ്ധിച്ചു. നടവഴികളിൽ ഉൾപ്പെടെ അയ്യപ്പന്മാർ വിരിവയ്ക്കുന്നുണ്ട്. പന്തളം കൊട്ടാരത്തിൽ നിന്നും പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര നാളെ ദീപാരാധനയ്ക്ക് മുൻപായി സന്നിധാനത്തെത്തും. മകരവിളക്ക് ദർശിക്കുവാനെത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ സർക്കാരും ദേവസ്വം ബോർഡും ഒരുക്കിയിട്ടുണ്ട്. 18ാം പടി കയറി എത്തുന്ന തിരുവാഭരണ ഘോഷയാത്രയെ കൊടിമരച്ചോട്ടിൽ വെച്ച് ബഹുമാനായ ദേവസ്വം വകുപ്പ് മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും സ്വീകരിച്ച് ആനയിച്ച് സോപാനത്തിലേക്ക് എത്തിക്കും. അവിടെ തന്ത്രിയും മേൽശാന്തിയും തിരുവാഭരണം ഏറ്റുവാങ്ങി ഭഗവാൻ അണിയിച്ച് മഹാദീപാരാധന. മകരവിളക്ക് ദിവസമായ നാളെ രാവിലെ 11:30 മുതൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് എത്തുന്ന തീർത്ഥാടകർക്ക് നിയന്ത്രണമുണ്ട്. തിരക്ക് വർദ്ധിച്ചതോടെ കനത്ത സുരക്ഷയാണ് ശബരിമലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 24 സന്നിധാനം. സന്നിധാനത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ശ്രീകാന്ത് തത്സമയം. ശ്രീകാന്ത്, വലിയ തിരക്കുണ്ട് സന്നിധാനത്ത്. എങ്ങനെയാണ് സുരക്ഷയൊരുക്കിയിട്ടുള്ളത്? നാളത്തേക്ക് എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമല്ലേ? മകരവിളക്ക് മഹോത്സവം അതിന്റെ ഭാഗമായുള്ള ഒരുക്കങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ എല്ലാം തന്നെ ശബരിമല സന്നിധാനത്ത് ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ സാവധാനം ഭക്തർ മല കയറി ദർശനത്തിനായി സന്നിധാനത്തേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഒരു കാര്യം അനുജ, ഈ സാധാരണ കാണാറുള്ളത് പോലെയുള്ള ഒരു തിരക്ക് ഈ മകരവിളക്ക് ദിവസത്തിന്റെ തലേ ദിവസം ഇല്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഈ സാധാരണ ഈ ദിവസം പ്രധാനമായും മകരവിളക്കിന്റെ തൊട്ട് തലേ ദിവസം വലിയ തിരക്ക് അനുഭവപ്പെടേണ്ടതാണ് സന്നിധാനത്ത്. പക്ഷെ ആ തിരക്ക് കാണാനില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഒരു പക്ഷേ അത് ഇനി നാളത്തെ ഒരു ദിവസം കൂടിയുണ്ട്. ഇന്ന് രാത്രി മല കയറി എത്തുന്ന ആളുകളെ കൂടി കൂട്ടിയാൽ വലിയ തോതിൽ ആളെത്തും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല, പർണശാലകൾ കെട്ടി 10 വ്യൂ പോയിന്റുകൾ ഒരുക്കിയിട്ടുണ്ട് ഈ മകരവിളക്ക് ദർശനത്തിന് വേണ്ടി. ആ 10 വ്യൂ പോയിന്റുകളിലും ആളുകൾ നാളെ ഒരു ഉച്ചയ്ക്ക് മുമ്പായി തന്നെ തിങ്ങി നിറയും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പാണ്ടിത്താവളത്ത് ഇതിനോടകം തന്നെ പർണശാലകൾ കെട്ടി തമ്പടിച്ചിരിക്കുകയാണ്. ഭക്തസഹസ്രങ്ങൾ ഇന്നലെ മുതൽ തന്നെ അവിടെ ആയിരക്കണക്കിന് ഭക്തർ സന്നിധാനത്തെ കയറിയെത്തിയ ആയിരക്കണക്കിന് ഭക്തർ അവിടെ പർണശാലകൾ കെട്ടി കാത്തിരിക്കുകയാണ്. നാളെ തിരുവാഭരണ ഘോഷയാത്ര ലാഹയിൽ നിന്നും ആരംഭിച്ച് നേരെ വൈകുന്നേരത്തോടുകൂടി സന്നിധാനത്തേക്ക് എത്തിച്ചേരും. പിന്നീട് പൊന്നമ്പലവാസന് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന നടക്കും. അതേസമയം തന്നെ മകരവിളക്ക് ദർശന സൗഭാഗ്യവും ഭക്തർക്ക് ഉണ്ടാവുകയും ചെയ്യും. മകരവിളക്ക് ദർശനവും തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയും കണ്ട് മലയിറങ്ങാനുള്ള കാത്തിരിപ്പിലാണ് ഭക്തസഹസ്രങ്ങൾ ഇപ്പോൾ ഉള്ളത്. ഇപ്പോഴും സന്നിധാനത്തേക്ക് ശബരിഗിരീശ്വരെ കാണുന്നതിന് വേണ്ടി ഈ മകരവിളക്ക് ദിവസത്തിന്റെ തലേ ദിവസവും ഭക്തജന പ്രവാഹമുണ്ട്. പക്ഷേ ഒരു കാര്യം അതോടൊപ്പം ചേർത്ത് പറയേണ്ടത്, അത്ര വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. സാധാരണഗതിയിൽ നമ്മൾ ഇവിടെ എത്തുന്ന സമയത്ത് ഇവിടെ സൂചികുത്താനിടമില്ലാത്ത വിധം ഭക്തർ എത്തുന്നതാണ്. അത്രയധികം തിരക്കില്ല, സുഗമമായ ദർശനം സാധ്യമാകുന്നുണ്ട്. ശരി, മകരവിളക്ക് ദർശനത്തിനൊരുങ്ങി സന്നിധാനം. പ്രൈം ടൈം ന്യൂസ് ഒരു ഇടവേളയിലേക്ക് പോകുന്നു. അതിനുശേഷം കൂടുതൽ വാർത്തകൾ. തിരികെ പ്രൈം ടൈം ന്യൂസിലേക്ക്. മാലദ്വീപിൽ നിന്ന് ഇന്ത്യ ഉടൻ സൈന്യത്തെ പിൻവലിക്കണമെന്ന് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സ്. മാർച്ച് 15 മുൻപ് സൈന്യത്തെ പിൻവലിക്കണമെന്നാണ് ആവശ്യം. സൈനികരെ പിൻവലിക്കുന്നത് സംബന്ധിച്ച ചർച്ചയിലാണ് മാലദ്വീപ് ഈ ആവശ്യം ഉന്നയിച്ചത്. ചൈനീസ് സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തിയതിന് പിന്നാലെയാണ് നടപടി. അടിയന്തര മെഡിക്കൽ ഒഴിപ്പിക്കലിനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കുമായി 77 ഇന്ത്യൻ സൈനികരെയും ഒരു ഡോണിയർ 228 നിരീക്ഷണ വിമാനം 2 ധ്രുവ് ഹെലികോപ്റ്ററുകളും ആണ് മാലദ്വീപിൽ ഇന്ത്യ വിന്യസിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാലദ്വീപ് മന്ത്രിമാർ നടത്തിയ വിവാദ പരാമർശത്തെ തുടർന്നുണ്ടായ നയതന്ത്ര സംഘർഷത്തിന്റെ തുടർച്ചയായാണ് നടപടി.
ഉത്തരേന്ത്യയിൽ ശൈത്യതരംഗം രൂക്ഷം. ഡൽഹിയിൽ തീ കായുന്നതിനിടെ കൽക്കരിപ്പുക ശ്വസിച്ച് 2 കുട്ടികൾ ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചു. വ്യോമഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കായി മണിപ്പൂരിലേക്ക് പുറപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ യാത്ര വൈകി. പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ അതിശക്തമാണ് മൂടൽമഞ്ഞ്. ഡൽഹി വിമാനത്താവളത്തിൽ പുലർച്ചെ രേഖപ്പെടുത്തിയ ദൃശ്യപരിധി 0 മീറ്റർ. ഡൽഹി അലിപൂരിൽ തീ കായുന്നതിനിടെ കൽക്കരി പുക ശ്വസിച്ച് 2 കുട്ടികൾ ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചു. ശക്തമായ മൂടൽമഞ്ഞ് ജനജീവിതത്തെയും ബാധിച്ചു. ഡൽഹിയിൽ വന്നിട്ട് ഞങ്ങൾ നല്ലൊരു സൺറൈസ് എക്സ്പെക്ട് ചെയ്ത് വന്നാണ്. പക്ഷെ ഇവിടെ തമ്മിൽ കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഇവിടെ തണുപ്പാണ്, പിന്നെ പൊല്യൂഷനും കൂടെ ആകുമ്പോഴത്തേക്കാ പ്രശ്നം. രാവിലെ തൊട്ടേയും ഞങ്ങൾ നേരത്തെ സീകളിനൊക്കെ കാണാന്ന് പറഞ്ഞ് വന്നതാ, പക്ഷെ ഇപ്പൊ കാണുന്ന ഫുള്ള് മഞ്ഞാണ്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഡൽഹിയിലെത്തേണ്ട 8 വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കായി മണിപ്പൂരിലേക്ക് പുറപ്പെടേണ്ട വിമാനം നിശ്ചയിച്ചതിലും ഏറെ സമയം കഴിഞ്ഞാണ് പുറപ്പെട്ടത്. മൂടൽമഞ്ഞിനൊപ്പം ഡൽഹിയിൽ വായു മലിനീകരണം അതിരൂക്ഷമായതിനെ തുടർന്ന് സർക്കാർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനാണ് നിർദ്ദേശം. BS3 പെട്രോൾ, BS4 ഡീസൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. 5 വരെയുള്ള ക്ലാസുകൾ ഓൺലൈനാക്കിയേക്കും. ഉത്തരേന്ത്യയിലെ അതികഠിനമായ തണുപ്പിനേക്കാൾ രൂക്ഷമായ മൂടൽമഞ്ഞാണ് ജനജീവിതത്തെ ആകമാനം ബാധിക്കുന്നത്. കിഴക്കു പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ കൂടി മൂടൽമഞ്ഞ് വ്യാപിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. യമുനാഘട്ടിൽ നിന്ന് ക്യാമറാമാൻ ജോഗേഷ് സിംഗിനൊപ്പം വിനീത VG 24. മുൻമന്ത്രി TH മുസ്തഫയ്ക്ക് വിട. മുൻമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ TH മുസ്തഫ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് കൊച്ചിയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. യൂത്ത് കോൺഗ്രസിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ TH മുസ്തഫ സംഘടനാ തലത്തിലും ഭരണതലത്തിലും ഒട്ടേറെ പദവികൾ വഹിച്ചിട്ടുള്ള ആളാണ്. ഇന്ന് പുലർച്ചെ 5:40 അന്ത്യം. ഭൗതികദേഹം ആലുവ ചാലക്കില്ല വീട്ടിലെത്തിച്ചു. പ്രിയ നേതാവിനെ കാണാൻ നൂറുകണക്കിന് ആളുകൾ ഒഴുകിയെത്തി. നാല് തവണ കുന്നത്തനാട് മണ്ഡലത്തിൽ നിന്നും 1 തവണ ആലുവ മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലെത്തിയ TH മുസ്തഫ കെ കരുണാകരൻ മന്ത്രിസഭയിലെ ഭക്ഷ്യമന്ത്രിയായിരുന്നു. ഞാൻ കുന്നത്തനാട്ടിൽ MLA ആയി വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ടാണ് ഞാൻ MLA ആയി വരുന്നത്. പാർട്ടി ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നു. അദ്ദേഹം ഒരു മതവിശ്വാസിയാണെങ്കിലും അദ്ദേഹം ഒരു മതേതര വിശ്വാസി കൂടിയായിരുന്നു. നടൻ ജയറാം ഉൾപ്പെടെ സാംസ്കാരിക രംഗത്തുനിന്നടക്കം നിരവധി പ്രമുഖർ ആദരാഞ്ജലി അർപ്പിക്കാനെത്തി. കഴിഞ്ഞ ഏകദേശം ഒരു മാസത്തിന് മുമ്പാണ് പെട്ടെന്നൊരു മനസ്സിലെനിക്ക് തോന്നി. ഞാൻ മകൻ സക്കീറിനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വാപ്പയൊന്ന് കാണണം. പാപ്പ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്നു. 1 മാസം മുമ്പ് ഏകദേശം 1 മണിക്കൂറോളം അദ്ദേഹവുമായിട്ട് ആ മുറിയിലിരുന്ന് ഒരുപാട് കാര്യങ്ങൾ ഒന്നും മറന്നിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC അധ്യക്ഷൻ K സുധാകരൻ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. ഖബറടക്കം രാത്രി 8 മണിക്ക് മാറമ്പള്ളി ജമാഅത്ത് ഖബർസ്ഥാനിൽ നടക്കും. 24 കൊച്ചി. ഡൽഹി വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധമുണ്ട്. ആ വാർത്തയിലേക്കും ഒപ്പം മറ്റു വാർത്തകളിലേക്കും നമ്മളെത്തും ചെറിയ ഇടവേളയ്ക്ക് ശേഷം. പ്രൈം ടൈം ന്യൂസിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണമെന്ന് മുൻമന്ത്രി KK ശൈലജ. സ്ത്രീകൾക്ക് കൂടുതൽ സീറ്റ് എന്ന ധാരണ LDF-ലുണ്ട്. സംസ്ഥാനത്ത് വനിതകൾക്ക് മുഖ്യമന്ത്രിയാകാൻ തടസ്സങ്ങളില്ല. വനിതയെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ മാറ്റേണ്ട കാര്യമില്ലല്ലോ എന്നും കോഴിക്കോട് KLF വേദിയിൽ KK ശൈലജ പറഞ്ഞു. കൂടുതൽ സ്ത്രീകൾക്ക് തെരഞ്ഞെടുപ്പിൽ പ്രാതിനിധ്യം കൊടുക്കണം, മത്സരിക്കാൻ. അതിനെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ ഇടതുപക്ഷ ആശയഗതി നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറയും. കേരളം നേടിയ നേട്ടങ്ങൾ സജീവമായിട്ട് നിലനിർത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പുരുഷനാണ് എന്നുള്ളത് കൊണ്ട് പുരുഷനെ മാറ്റി സ്ത്രീയാക്കണമെന്ന് പറയാൻ പറ്റും നമുക്ക്. ആ മുഖ്യമന്ത്രിക്ക് തുടരുന്നതിന് എന്താ തർക്കമുള്ളത്? അതേസമയത്ത് ഒരു സ്ത്രീക്ക് മുഖ്യമന്ത്രിയാവാൻ പാടില്ല എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ഘട്ടം, അങ്ങനെ ഒരു അവസരം വരുമ്പോൾ കേരളത്തിൽ എന്തെങ്കിലും ഒരു സ്ത്രീ മുഖ്യമന്ത്രി ആയിക്കൂടാമെന്ന് പറയാനുള്ള അവകാശം നമുക്കാർക്കും ഇല്ല. അങ്ങനെ സംഭവിക്കാം. പക്ഷെ ഇപ്പം എന്തെങ്കിലും മുനവെച്ചുള്ള ചോദ്യമാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പറയുന്നു, ഇപ്പൊ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ ഒരു സംവരണത്തിനുമായിട്ട് മാറ്റേണ്ടുന്ന ഒരാവശ്യകതയില്ല. ഇനി ഇന്നത്തെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. കോഴിക്കോട് കടലുണ്ടി റെയിൽവേ ഗേറ്റിന് സമീപം യുവതിയെ കാർ ഇടിച്ച് ഗർഭസ്ഥ ശിശു മരിച്ച സംഭവത്തിൽ കാർ ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു. കണ്ണൂർ സ്വദേശി ശ്രീരാഗിനെതിരെയാണ് കേസ്.
ഈ മാസം 17-ന് ഗുരുവായൂരിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലും ദർശനം നടത്തും. പോലീസും SPGയും തൃപ്രയാർ ക്ഷേത്രത്തിൽ സുരക്ഷാ പരിശോധന നടത്തി. ഗുരുവായൂരിലെ സന്ദർശനത്തിനു ശേഷം ഹെലികോപ്റ്റർ മാർഗം തൃപ്രയാറിലേക്ക് പോകും. എറണാകുളം പെരുമ്പാവൂരിൽ സ്കൂൾ ബസ്സിനടിയിൽപ്പെട്ട വിദ്യാർത്ഥി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടാണ് അപകടമുണ്ടായത്. അലക്ഷ്യമായി വാഹനമോടിച്ച ഡ്രൈവറുടെ പേരിൽ പോലീസ് കേസെടുത്തു. ഡൽഹി വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധം. ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കാരാണ് പ്രതിഷേധിക്കുന്നത്. രാവിലെ 5:20 പുറപ്പെടേണ്ട എയർ ഇന്ത്യ വിമാനം മൂടൽമഞ്ഞിനെ തുടർന്ന് വൈകിയിരുന്നു. മണിക്കൂറുകൾ പിന്നിട്ടിട്ടും വിമാനം പുറപ്പെടാതായതോടെയാണ് യാത്രക്കാർ പ്രതിഷേധവുമായി എത്തിയത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ രണ്ടാം 2020 ഇന്ന്. ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര. മത്സരം രാത്രി 7-ന് ഇൻഡോറിൽ. സ്പാനിഷ് സൂപ്പർ കോപ്പ കലാശപ്പോരിൽ ഇന്ന് എൽ ക്ലാസിക്കോ. ബാഴ്സലോണ റയൽ മാഡ്രിഡ് ഗ്ലാമർ പോരാട്ടം പുലർച്ചെ 12:30. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനെ ചൊല്ലി രാഷ്ട്രീയ വാഗ്വാദങ്ങൾ തുടരുന്നു. ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രസക്തി വ്യക്തമാക്കുന്നുവെന്ന് CPIM. ന്യൂനപക്ഷങ്ങൾ BJPയോട് അടുക്കുന്നതിലെ വെപ്രാളമാണ് CPIMനെന്നാണ് BJPയുടെ പ്രതികരണം. പ്രൈം ടൈം ന്യൂസിൽ ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്. പ്രൈം ടൈം ന്യൂസ് അവസാനിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.